നമസ്കാരം. നാടോടുമ്പോൾ നടുവേ ഓടണമെന്നും നാടിന്റെ നിയമസംഹിതയൊന്നും തങ്ങൾക്ക് ബാധകമല്ലെന്നും ഉന്നത നീതിപീഠങ്ങളിൽ വിരാജിക്കുന്നവർ തന്നെ ചിന്തിച്ചാൽ രാജ്യത്തെ നിയമവ്യവസ്ഥയുടെ ഗതി എന്താവും എന്ന ഗുരുതരമായ ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. മുസ്ലിങ്ങൾ തങ്ങളുടെ സംസ്കാരം പിന്തുടരണമെന്ന് ഹിന്ദുക്കൾ ആഗ്രഹിക്കുന്നില്ലെന്നും എന്നാൽ അനാദരവ് കാണിക്കരുതെന്നും അലഹബാദ് ഹൈക്കോടതി ജഡ്ജി ശേഖർ കുമാർ യാദവ് പറഞ്ഞതാണ് വിവാദമായത്. യൂണിഫോം സിവിൽ കോഡ് സംബന്ധിച്ച് വിശ്വ ഹിന്ദു പരിഷത്ത് സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബഹുഭാര്യത്വം, മുത്തലാഖ്, നിക്കാഹ് ഹലാല എന്നിവയിൽ ഒരു ഇളവും ഉണ്ടാവില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. സഹിഷ്ണുതയും ദയയും നമ്മുടെ കുട്ടികളെ ജനനം മുതൽ പഠിപ്പിക്കണം. പ്രകൃതിയെയും മൃഗങ്ങളെയും സ്നേഹിക്കാൻ നമ്മൾ അവരെ പഠിപ്പിക്കണം. മറ്റുള്ളവരുടെ വേദനയും ദുഃഖവും നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ അങ്ങനെയൊന്നും ഉണ്ടാവുന്നില്ല. മക്കളുടെ മുന്നിൽ വെച്ച് മൃഗങ്ങളെ അറുക്കുന്ന നിങ്ങൾ എങ്ങനെ കുട്ടികളെ ദയയും സഹിഷ്ണുതയും പഠിപ്പിക്കുമെന്നും ജസ്റ്റിസ് ശേഖർ കുമാർ യാദവ് ചോദിച്ചു. ഇത് ഇന്ത്യയാണെന്നും ഭൂരിപക്ഷത്തിന്റെ താല്പര്യത്തിന് അനുസരിച്ചാണ് പ്രവർത്തിക്കുകയെന്ന് പറയാൻ തനിക്ക് ഒരു മടിയുമില്ലെന്നും അദ്ദേഹം കടത്തി പറഞ്ഞു. ഒരു ഹിന്ദുവായതിനാൽ ഞാൻ എന്റെ മതത്തെ ബഹുമാനിക്കുന്നു. എന്നാൽ എനിക്ക് മറ്റു മതങ്ങളോടോ വിശ്വാസങ്ങളോടോ വിദ്വേഷ ചിന്തയില്ല. വിവാഹിതരാകുമ്പോൾ നിങ്ങൾ അഗ്നിക്ക് ചുറ്റും 7 തവണ ചുറ്റണമെന്ന് ഞങ്ങൾ പറയുന്നില്ല. ഗംഗയിൽ സ്നാനം ചെയ്യണമെന്നും ആവശ്യപ്പെടുന്നില്ല. പക്ഷേ രാജ്യത്തിന്റെ സംസ്കാരത്തെയും ദൈവങ്ങളെയും മഹാന്മാരായ നേതാക്കളെയും നിങ്ങൾ അനാദരിക്കരുതെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്നായിരുന്നു ജഡ്ജിന്റെ വാക്കുകൾ. ഇതിലൊക്കെ ആവർത്തിച്ചു വന്ന ഞങ്ങൾ എന്ന പദം ആരെയാണ് സൂചിപ്പിക്കുന്നത് എന്നതാണ് പ്രധാന പ്രശ്നം. ഹിന്ദു ശാസ്ത്രങ്ങളിലും വേദങ്ങളിലും സ്ത്രീകളെ ദേവതകളായാണ് വിശേഷിപ്പിക്കുന്നത്. അവരോട് മോശമായി പെരുമാറരുത്, മുത്തലാഖും നിക്കാഹ് ഹലാലയും അനുവദിക്കില്ല എന്നൊക്കെ കോടതിക്ക് പുറത്തു പറയാൻ എങ്ങനെയാണ് ഒരു ജഡ്ജിന് കഴിയുക എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. ഷാബാനു കേസിൽ വിവാഹമോചിതയായ സ്ത്രീക്ക് ജീവനാംശം കൊടുക്കണമെന്നായിരുന്നു സുപ്രീം കോടതി വിധിച്ചത്. എന്നാൽ കേന്ദ്ര സർക്കാർ ഒരു വിഭാഗം ജനങ്ങൾക്ക് മുന്നിൽ തലകുനിച്ചു. ഒടുവിൽ സുപ്രീം കോടതി വിധിയെ മറികടക്കാൻ കേന്ദ്ര സർക്കാർ നിയമം കൊണ്ടുവന്നു. RSSും VHPയും ഹിന്ദുക്കളും മാത്രമല്ല ഏക സിവിൽ കോഡിനായി വാദിക്കുന്നത്. സുപ്രീം കോടതിയും ഏക സിവിൽ കോഡിനെ പിന്തുണച്ചുവെന്നും ജസ്റ്റിസ് ശേഖർ കുമാർ യാദവ് പറഞ്ഞു. സതി, ബാലവിവാഹം തുടങ്ങിയ നിരവധി തെറ്റായ ആചാരങ്ങൾ ഹിന്ദു സമുദായം ഒഴിവാക്കി. തെറ്റുകൾ അംഗീകരിക്കുകയും തിരുത്തി മുന്നോട്ടു പോവുകയും ചെയ്യുന്നതിൽ ഒരു പോരായ്മയുമില്ല. ഏതെങ്കിലും ഒരു മതത്തെ ഉദ്ദേശിച്ചല്ല താൻ പറയുന്നത്. എല്ലാ മതത്തിനും ഇത് ബാധകമാണ്. എല്ലാ മതങ്ങളും തെറ്റായ ആചാരങ്ങൾ തിരുത്താൻ തയ്യാറാവണം. അല്ലെങ്കിൽ രാജ്യം എല്ലാ പൗരന്മാർക്കും ബാധകമായ പൊതുനിയമം കൊണ്ടുവരുമെന്നും ജസ്റ്റിസ് ശേഖർ കുമാർ യാദവ് പറഞ്ഞു. 2025 RSS 100ാം വാർഷികം ആഘോഷിക്കുന്നത് ജസ്റ്റിസ് ശേഖർ കുമാർ യാദവ് എടുത്തു പറഞ്ഞു. സംഘപരിവാറും അതിന്റെ പോഷക ഘടകമായ VHPയും രാജ്യത്തിന്റെ സുപ്രധാന വിഷയങ്ങളിൽ എടുക്കുന്ന നിലപാടിനെ അദ്ദേഹം പ്രശംസിച്ചു. അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിച്ചതിനെ ജഡ്ജി അഭിനന്ദിച്ചു. ജസ്റ്റിസ് ദിനേശ് പതക്കും പരിപാടിയിൽ പങ്കെടുത്തെങ്കിലും സംസാരിച്ചില്ല. അതേസമയം സിറ്റിംഗ് ജഡ്ജി ഒരു പ്രത്യേക വിഭാഗത്തിന്റെ പരിപാടിയിൽ പങ്കെടുത്തതിനെതിരെ വലിയ വിമർശനമുയരുന്നുണ്ട്. ഒരു ഹിന്ദു സംഘടന രാഷ്ട്രീയ ഉദ്ദേശത്തോടെ സംഘടിപ്പിച്ച പരിപാടിയിൽ ഒരു സിറ്റിംഗ് ജഡ്ജി പങ്കെടുക്കുന്നത് അപമാനകരമാണെന്ന് മുതിർന്ന അഭിഭാഷകയായ ഇന്ദിര ജയ്സിംഗ് എക്സിൽ കുറിച്ചു. വേലി തന്നെ വിളതിന്നുമ്പോൾ നാടിനാര് രക്ഷ എന്ന ചോദ്യം പ്രസക്തമാകുന്നത് ഇവിടെയാണ്.